ക്യാരിയും വരുന്നതാണ്. അതായത് 2 ബിറ്റ് ആഡ് ചെയ്യുന്നതിനാണ് ഹാഫ് ഓർഡർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് ഒരു മൂന്നാമത് ഒരു ക്യാരി ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാരി ഔട്ടും കൂടി ആഡ് ചെയ്തിട്ട് 3 ബിറ്റ് അഡീഷൻ നമുക്ക് നടത്തണമെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫുൾ ആഡർ സർക്യൂട്ടിലേക്ക് പോകുന്നത്. അതായത് 3 ബിറ്റ്, അതായത് 2 ഇൻപുട്ട് ബിറ്റ്സും ആൻഡ് 1 ക്യാരി ഇന്നും ഏതിൻ്റെ കേസിലുണ്ടാവും, ഒരു ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ കേസിലുണ്ടാവും. അപ്പോൾ ഒരു ഫുൾ ആഡറിൻ്റെ കേസിൽ വി ക്യാൻ സി ഐ തിങ്ക് A, B are the input and C is the carry input. And corresponding to the 3 inputs, അതായത് A, B and C in, we can able to get sum and carry out. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഹാഫ് ആർഡറിൻ്റെ ഫുൾ ആർഡറിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിയാവുന്ന കാര്യമാണ്. ഒരു 3 ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1, ഇതാണ് നമ്മളുടെ 3 ഇൻപുട്ട്സ്. ഒരു ഫുൾ ആറിൻ്റെ കേസിൽ 0 0 0 ആകുമ്പോൾ 0 + 0 0 0 + 0 0 സമ്മ് 0 ക്യാരി 0. ആൻഡ് 0 0 1 ആകുമ്പോൾ നമുക്ക് സമ്മ് 1 ക്യാരി 0 കിട്ടും. 0 1 0 ആകുമ്പോഴും സമ്മ് 1 ക്യാരി 0 കിട്ടും. 0 1 1 ആകുമ്പോൾ 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ക്യാരി 1 വരും. ഓക്കെ, അതുപോലെ തന്നെ 1 0 0 ആകുമ്പോൾ നമുക്കറിയാം സമ്മ് 1 ക്യാരി 0 ആയിരിക്കും വരിക. അതുപോലെ 1 0 1 ആകുമ്പോഴും 1 + 1 0 ക്യാരി 1 വരും. 1 1 0 ആകുമ്പോഴും നമുക്കറിയാം 1 + 1 0 ക്യാരി 1 വരും. അതുപോലെ തന്നെ 1 1 1 എന്ന് പറയുമ്പോൾ 1 + 1 0 1 ആണ്, അതായത് 0 0 + ക്യാരി 1 ആണ്. അപ്പം ഇതിനെ വീണ്ടും ഒരു 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 1 വരും, അതായത് സമ്മ് 1 ക്യാരി 1 വരും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇത് നിങ്ങൾക്ക് നോർമലായിട്ട് അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇൻപുട്ട് എ ആൻഡ് ബി ആർ ദ ഇൻപുട്ട് ആൻഡ് സി ഇൻ ഇസ് ആക്ച്വലി സി ഐ അല്ലെങ്കിൽ സി ഇൻ എന്ന് പറയുന്നത് ക്യാരി ഇൻപുട്ടാണ്. അതായത് നമ്മളുടെ ഇൻപുട്ട് എയും ബിയും 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യാരി ഇൻപുട്ട് 0 ആയാലും 1 ആയാലും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, 0 തന്നെയായിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്യാരി സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇൻപുട്ട് 0 ആണെങ്കിൽ എയും ബിയും 0 ആണെങ്കിലും നമ്മളുടെ എയും ബിയും 0 ആണെങ്കിൽ എന്തായിരിക്കും, ക്യാരി ഇന്ന് 0 ആയാലും 1 ആയാലും നമുക്ക് ക്യാരി ഔട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം നമുക്ക് ഈ ക്യാരിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻപുട്ട് എയും ബിയും 0 ആകുന്ന കേസിൽ എ ആൻഡ് ബി ആർ 0, ദെൻ ക്യാരി ഔട്ട് ഈസ് ഓൾവേസ് എന്താണ്, 0 ആയിരിക്കും. ദെർഫോർ ദിസ് ക്യാരി സ്റ്റാറ്റസ് വിച്ച് ഈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഡിലീറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്യാരി ഔട്ട് എപ്പോഴും 0 ആണ്, 0 ആയിരിക്കും. എന്തായിട്ടുണ്ടെങ്കിലും ക്യാരി ഔട്ട്, ക്യാരി ഇന്ന് 0 ആയാലും 1 ആയാലും നമ്മളുടെ ക്യാരി ഔട്ടിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഡിലീറ്റ് സ്റ്റാറ്റസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക 0 1 എയും ബിയും 0 1 ആകുമ്പോൾ, ഓക്കെ, എ 0 ബി 1 ആകുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യാരി ഇൻ 0 1 ആയിട്ടുണ്ടെങ്കിൽ, ക്യാരി ഇൻ 0 ആയാലും 1 ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്യാരി തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എ ബി 0 1 ആയാൽ, എ ബി 0 1 ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യാരി ഇൻ എന്താണോ അത് തന്നെയായിരിക്കും ക്യാരി ഔട്ട്. ഓക്കെ, അപ്പം എ ബി 0 ആയിട്ടുണ്ടെങ്കിൽ, എയും ബിയും 0 ആയിട്ടുണ്ടെങ്കിൽ ക്യാരി ഇൻ എന്തായാലും ക്യാരി ഔട്ട് 0 തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക എ ബി 0 1 ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേസിൽ എ ബി 0 1 ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാരി ഇൻ എന്താണോ അത് തന്നെയായിരിക്കും ക്യാരി ഔട്ട് ആയിട്ട് വരിക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 0 എന്ന് പറയുന്ന കേസ് കൺസിഡർ. എ ബി 1 0 ആകുന്ന കേസിൽ നമ്മളുടെ ക്യാരി ഇന്ന് 0 1 ആയിട്ടുണ്ടെങ്കിലും ക്യാരി ഔട്ട് 0 1 ആയിരിക്കും. അതായത് 0 1ഉം 1 0ഉം ആകുന്ന കേസസിലെല്ലാം ഒക്കെ എ ബിയുടെ വാല്യൂ 0 1 ആയാലും 1 0 ആയാലും ക്യാരി ഇൻ എന്താണോ അത് തന്നെയായിരിക്കും നമ്മളുടെ ക്യാരി ഔട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 0 1 അല്ലെങ്കിൽ 1 0 എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ആണ്. അതായത് ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ക്യാരി ഇൻ എന്താണോ അത് തന്നെയായിരിക്കും ക്യാരി ഔട്ട്. Therefore this status which is actually known as propagation status. Okay, this is actually considered as propagate. And if you are just considering another case 1 1, okay, 1 1 എന്ന് പറയുന്ന എ ബിയുടെ വാല്യൂ 1 1 എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് എന്താണ്, ക്യാരിന് 0 ആണെങ്കിലോ ക്യാരിന് 1 ആണെങ്കിലോ ക്യാരി ഔട്ട് എപ്പോഴും എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. ഓക്കെ, അപ്പം 1 1 എന്ന് പറയുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാരി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്,
1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സീറോ ക്യാരി ഇൻ എന്തായാലും 0 ആയാലും 1 ആയാലും ഇതെന്താ ചെയ്യുന്നത്, ഒരു 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റസിനെ നമുക്ക് എന്ത് വിളിക്കാം, ജനറേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. 0 അതായത് എയും ബിയും 0 ആകുന്ന സമയത്ത് ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാരി ഔട്ട് 0 ആകുമ്പോഴുള്ള ക്യാരിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് സ്റ്റാറ്റസ് ആണ്. അതുപോലെ തന്നെ 01 അല്ലെങ്കിൽ 10 AB ആകുന്ന സമയത്ത് നമുക്ക് എന്താണോ ക്യാരി എന്ന് അത് തന്നെയായിരിക്കും ക്യാരി ഔട്ട് ആയിട്ട് വരുന്നത്. അടുത്ത കേസ് 11 എന്ന് പറയുന്ന കേസിൽ എ ബിയുടെ വാല്യൂ 11 ആകുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യാരി ഇന്നിന് എന്താണെങ്കിലും ക്യാരി ഔട്ട് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ജനറേറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ് വിളിക്കുക. അപ്പം ഇവിടെ നമ്മൾ ജനറേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ജനറേറ്റ് എന്ന് പറയുന്നത് എന്താണ്, എയും ബിയും 1 ആണ് അല്ലേ. എയും ബിയും 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു കേമാപ്പ് വെച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ബി ജനറേറ്റ് എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എ ബി, എയും ബിയും 1 ആണെങ്കിൽ എ ബി. ഇനിയിപ്പോൾ നിങ്ങൾ ഡിലീറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് രണ്ടും 0 ആണ്, എയും ബിയും 0 ആണ്. അപ്പോൾ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബാർ ബി ബാർ എന്നാണ്. ഓക്കെ, അപ്പം ഡിലീറ്റിനെ നമ്മൾ നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, എയും ബിയും 0 ആണ്. ആ കേസിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബാർ ബി ബാർ എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 0110 എന്ന് പറയുന്നതിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിൻ്റെ കേസിൽ ഒന്നെങ്കിൽ എ ബാർ ബി അല്ലെങ്കിൽ എ ബി ബാർ അല്ലേ. എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എ എക്സോർ ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ജനറേറ്റിനെ നമ്മൾ എ ബി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിലീറ്റിനെ നമ്മൾ എ ബാർ ബി ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റിനെ നമ്മൾ എന്താണ് 01 10 എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ക്യാരിന് എന്താണോ അതിനെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് എ എക്സോർ ബി എന്ന് പറയുന്ന പ്രൊപ്പഗേറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങൾ ജനറേറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി ആണെന്നും ഡിലീറ്റിൻ്റെ എ ബാർ ബി ബാർ ആണെന്നും പ്രൊപ്പഗേറ്റിൻ്റെ കേസിൽ എ എക്സോർ ബി ആണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമ്മൾ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബൈനറി ആർഡറിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു നോർമൽ ബൈനറി ആർഡർ. ഓക്കെ, ബൈനറി ബിറ്റ്സ് ആഡ് ചെയ്യുന്നു, 2 ബൈനറി ബിറ്റ്സ്, അതായത് 0 1, ഓക്കെ, ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ഒരു ആർഡർ. അതായത് നമ്മൾ നോർമലായിട്ടുള്ളൊരു ആർഡർ സർക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ബൈനറി ആർഡറിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി ഒരു ബൈനറി ആർഡർ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈനറി ആർഡറിൻ്റെ കേസിൽ എയും ബിയും സിയും ഇൻപുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരി ഔട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു ഫുൾ ആർഡറിൻ്റെ സമ്മും ഫുൾ ആർഡറിൻ്റെ ക്യാരിയും നമ്മൾ എങ്ങനെയാണ് നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, സം ഓഫ് ഫുൾ ആർഡർ എന്ന് പറയുന്നത് എ എക്സോർ ബി എക്സോർ സി എന്നാണ് നമ്മൾ ഐ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, സി എന്നാണ് നമ്മൾ നോർമലായിട്ട് സം ആയി റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ക്യാരി ഔട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ ബി പ്ലസ് ബി സി ഐ പ്ലസ് അല്ലെങ്കിൽ ബി സി ഇൻ പ്ലസ് സി ഇൻ എ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് ക്യാരി ഔട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഫുൾ ആർഡറിൻ്റെ സമ്മും ക്യാരിയും ഇതാണ് നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത് നമുക്ക് നമ്മളുടെ ഈ ജനറേറ്റ് പ്രൊപ്പഗേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ജനറേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എ ബി എന്നാണ്, പ്രൊപ്പഗേറ്റിനെ എ എക്സോർ ബി എന്നാണ്, ഡിലീറ്റിനെ എ ബാർ ബി ബാർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എ എക്സോർ ബി എക്സോർ സി ഐ എന്നെ നമുക്ക് എങ്ങനെ എഴുതാം, എ ബി സി ഐ ബാർ. അതായത് എ എക്സോർ ബി എക്സോർ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, എ ബി ബാർ സി ഐ ബാർ പ്ലസ് എ ബാർ ബി സി ഐ ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഐ പ്ലസ് എ ബി സി ഐ എന്നായിരിക്കും ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ ക്യാരി ഔട്ടിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, എ ബി പ്ലസ് ബി സി പ്ലസ് സി ഐ എ അല്ലേ, അതാണ് ക്യാരി ഔട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സി ഔട്ടിനെ അല്ലെങ്കിൽ സി ഔട്ടിനെ നമുക്ക് ഒന്നും കൂടി വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ എ ബി പ്ലസ് സി ഐ ഇൻറ്റു ഈ സി ഐ മാത്രം കോമൺ ആണ് അല്ലേ, സി ഐ രണ്ടിനും കോമൺ ആയതുകൊണ്ട് എ പ്ലസ് ബി എന്ന് എഴുതാം, സി ഐ. അപ്പം ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സി
എ ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എ ബി ഈസ് ആക്ച്വലി ജനറേറ്റ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം, ജനറേറ്റ് എന്ന് കൊടുക്കാം, ജി എന്ന് കൊടുക്കാം. പ്ലസ് സി ഐ എന്ന് പറയുന്നത് ക്യാരി ഇൻ ആണ്. അതുപോലെ തന്നെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എ പ്ലസ് ബി എന്ന് പറയുന്നത് നോർമലായിട്ട് നിങ്ങൾക്കറിയാം എക്സോറിനും ബി, എ എക്സോർ ബിയും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ എക്സോർ ബി ആൻഡ് എ പ്ലസ് ബി. അപ്പം അതിനകത്ത് ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, എ ബി 0 0 0 1 1 0 1 1. ഇതാണ് സമ്മ ഒരു ഫുൾ ഒരു ഓർ ഗേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, 0 1 1 എങ്ങനെയാണ്, 1 + 1 എന്താണ് 0 ആണോ 1 ആണോ? ഓക്കെ. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് ഒരു ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്, ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും അതുപോലെ തന്നെ നമ്മളുടെ എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഒരു ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും തമ്മിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഡിഫറൻസ്? ഓർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? ഓർ ഗേറ്റിൻ്റെ കേസിൽ ഓർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? 0 0 1 1 ആകുമ്പോൾ എന്താണ്, 1 തന്നെയാണ് ഓർ ഗേറ്റിൻ്റെ കേസിൽ വരിക. ഇത് ഓർ ഗേറ്റ്. ഓക്കെ, ബട്ട് ഓക്കെ. അതുപോലെ തന്നെ ഈ എക്സോർ ആണെങ്കിലോ, എക്സോർ ഗേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറൻസ് ഈ 0 0 0 1 1 0 1 1. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ 0 1 1 0. അതായത് നിങ്ങൾക്ക് ഡിഫറൻസ് ആകെ പറയാനുള്ളത് എന്താണ്, എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 1 1 എന്ന് പറയുന്നതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ഈ ഓറും എക്സോറും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നിൻ്റെ കേസിൽ 1 1 വരുമ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്, എക്സോറിൻ്റെ ഗേറ്റിൻ്റെ കേസിൽ എന്താണ് 0 ആണ്. ബാക്കിയെല്ലാം എന്താണ്, രണ്ടിനും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എക്സോർ ഗേറ്റും ഓർ ഗേറ്റും നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എക്സോർ ആണെങ്കിലും ഓർ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സമ്മ് ഇറ്റ് ഈസ് ഒരു സ്റ്റേറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, 1 1 എന്ന് പറയുന്ന. അതാണ് നമ്മൾ എക്സോർ എന്ന് പറയുന്നത്, എക്സ്ക്ലൂഡ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് 1. ഓക്കെ, ഓറിൽ നിന്നും എക്സോറിൻ്റെ ഡിഫറൻസ് എന്താണ്, എക്സ്ക്ലൂഡ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് 1 എന്ന് മാത്രമേ നമുക്ക് ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു കേസാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സി ഐ ഇൻറ്റു എ പ്ലസ് ബിക്ക് പകരം നമുക്ക് ഈ എ എക്സോർ ബിയും എ പ്ലസ് ബിയിലെയും ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എ എക്സോർ ബി എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, പി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ എ പ്ലസ് ബിക്ക് പകരം നമ്മൾ പി കൊടുക്കുന്നു. അതായത് നിങ്ങൾക്കറിയാം പി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പഗേറ്റ് ആണ്. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി ആണ്. പക്ഷേ എ എക്സോർ ബിയും എ ഓർ ബിയും തമ്മിൽ ഏത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ഈ 1 1 എന്ന് പറയുന്ന ഒരു. അതുകൊണ്ട് നമ്മൾ അത് കാര്യമായിട്ട് എടുക്കാതെ നമ്മൾ എ ജി ഐ പ്ലസ് സി ഐ, അപ്പോൾ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഓക്കെ, എ ബിക്ക് പകരം നമുക്ക് ജനറേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്നത് ജനറേറ്റ് ആണ്, ജി പ്ലസ് എന്താണ് സി ഐ എന്ന് പറയുന്നത് ക്യാരി ഇൻ ആണ്, ഇൻറ്റു പി പ്രൊപ്പഗേറ്റ്. പ്രൊപ്പഗേറ്റിന് എ ബിക്ക് പകരം നമ്മൾ എ ബിയും എ എക്സോർ ബിയും ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ പി ഇൻറ്റു സി ഐ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാരി ഔട്ടിനെ നമുക്ക് ഏതിൻ്റെ ബേസിൽ, ജനറേറ്റിൻ്റെയും പ്രൊപ്പഗേറ്റും ചേർത്തിട്ട് എഴുതുവാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് സി നോട്ട് ഈസ് ഈക്വൽ ടു ജി പ്ലസ് പി സി ഐ എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം, സം എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി, എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, പി ആണ്, പ്ലസ് പി എക്സോർ സി ഐ എന്ന് നമുക്ക് സമ്മിനെ എഴുതാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ്, നോട്ട് ദാറ്റ് വി വിൽ സംടൈംസ് യൂസിങ് ആൾട്ടർനേറ്റ് ഡെഫിനേഷൻ ഓഫ് പ്രൊപ്പഗേറ്റ്. എ പ്ലസ് ബി എന്ന് പറയുന്ന ഡെഫിനേഷൻ നമ്മൾ ചില സമയത്ത് പി പ്രൊപ്പഗേറ്റിന് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ജനറേറ്റ് പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന ടേമിലേക്ക് നമുക്ക് എഴുതാം. ഇനിയിപ്പം നിങ്ങൾക്ക് സമ്മിനെ നമുക്ക് മിനിമം വേറൊരു രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് സമ്മിനെ എഴുതുവാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ അനദർ ഡെഫിനേഷൻ എ ബി സി ഐ. ഈ എ ബി സി ഐ അതേപടി വെച്ചു. പിന്നെ നമ്മൾ ഇത് സി നോട്ടിൻ്റെ ഫോമിൽ എഴുതുവാണെങ്കിൽ, സി നോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ ബി ഇൻറ്റു ബി സി ഐ പ്ലസ് സി ഐ എ എന്നാണ്. അപ്പം ഈ സി നോട്ടിൻ്റെ ഫോമിൽ നമുക്ക് സമ്മിനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ എന്നും നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചോളുക.
ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഏത് സമ്മിൻ്റെ ഇക്വേഷൻ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. സം ഈസ് ഈക്വൽ ടു എ ബി സി ഐ, അതായത് എ ബി സി ഐ പ്ലസ് സി നോട്ട് ബാർ. അപ്പോൾ അതായത് സി നോട്ട് എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി ഐ പ്ലസ് സി ഐ എ ആണ്. അപ്പം ഇത് നമ്മൾ സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിമോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു സിമോസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫുൾ ആർഡറിൻ്റെ സമ്മിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. അതായത് സിമോസ് ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഹൗ ഇംപ്ലിമെൻറ്റ് എന്താണ് സിമോസ്, ഫുൾ ആർഡർ യൂസിങ് എന്താണ് സിമോസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഫുൾ ആർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ആകെ അറിയാവുന്നത് എ എക്സ് ഓർ ബി എക്സ് ഓർ സി ഐ ആണ് സമ്മ്. അതുപോലെ തന്നെ ക്യാരിയും എ ബി 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 സി ഐ പ്ലസ് സി ഐ എന്നാണ്. പക്ഷേ നമുക്ക് എപ്പോഴും മിനിമം നമ്പർ ഓഫ് എന്ത് യൂസ് ചെയ്യണം, മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു സമ്മും ക്യാരി ഔട്ടുമാണ് നോർമലായിട്ട് വേണ്ടത്. അപ്പോൾ ക്യാരി ഔട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ ക്യാരി ഔട്ട്, അപ്പോൾ ഈ ക്യാരി ഔട്ട് തന്നെ നമുക്ക് എവിടെയും യൂസ് ചെയ്യാം, നമ്മളുടെ ഈ സമ്മിലും യൂസ് ചെയ്യാം. അപ്പം അതായത് നമ്മൾ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് തന്നെ വേറൊരു സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന്, അതല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണ്ടേ, എ ബാർ ബി എ ബി ബാർ സി ഐ അതിന് സെപ്പറേറ്റ് വേണം. അത് ആഡ് ചെയ്ത് ഇത് വേറൊരു നാൻ ഗേറ്റ് ഇതൊരു വേറെ നാൻ ഗേറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആവും, നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു, സമ്മിനുള്ള ഇക്വേഷൻ എ ബി സി ഐ പ്ലസ് സി നോട്ട് ബാർ. അപ്പോൾ സി നോട്ട് നമ്മൾ എങ്ങനെ ഓൾറെഡി കണ്ടുപിടിക്കണം, എന്തായാലും ക്യാരി ഔട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്യാരി ഔട്ട് എടുത്തിട്ട് വീണ്ടും എ ബി സി ഐയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമോസ്, ഇപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇത് നമ്മൾ അടുത്ത സർക്യൂട്ടിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സിമോസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത അവർ ഏതെങ്കിലും സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ ഇതുല്ലേ? അടുത്തവർ ആരും പറഞ്ഞിട്ടില്ല? ശ്രീരൂപൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സാധാ റെഗുലർ ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കണം. സാധാ ടൈം ടേബിൾ ലാബല്ലേ? അതെ, പക്ഷെ ലാബിന്റെ ക്ലാസ് അവറാന്ന് പറഞ്ഞു, ആരും പറഞ്ഞില്ല ആരാ വരുന്നത്. ഓക്കെ, എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പം ഒരു 5 മിനിറ്റോടെ എടുത്തിട്ട് ഞാൻ നിർത്താം. ഓക്കെ, നിങ്ങൾക്ക് ലാസ്റ്റ് അവർ മിക്കവാറും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ സാർ. അപ്പം ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സമ്മും ക്യാരി ഔട്ടും ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പം ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ക്യാരി ഔട്ടിനെ നമ്മൾ എങ്ങനെയാണ് ജി പ്ലസ് പി സി ഐ എന്ന് എഴുതാം. അതുപോലെ സമ്മിനെ പി പ്ലസ് പി എക്സോർ സി ഐ എന്ന് നമുക്ക് എഴുതാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മളൊരു ഫുൾ ആർഡറിനെ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്തതെന്ന് ഒന്നും കൂടെ വെച്ച് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മളൊരു ഫുൾ ആർഡർ സർക്യൂട്ട് എടുത്തു. ആ ഫുൾ ആർഡർ സർക്യൂട്ടിൽ നമുക്ക് ക്യാരി ഔട്ടിൻ്റെ സ്റ്റാറ്റസ് ജനറേറ്റ്, ഡിലീറ്റ്, പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന 3 സ്റ്റാറ്റസ് നമ്മൾ ചെയ്തു. ആ 3 ഇക്വേഷൻ നമ്മൾ എഴുതി. അതായത് ഒരു കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ജനറേറ്റിൻ്റെ മാത്രം ഇക്വേഷൻ നമുക്ക് കിട്ടുക എന്തായിരിക്കും, എ ബി എന്നായിരിക്കും. പ്രൊപ്പഗേറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുക എ എക്സ് ഓർ ബി എന്നായിരിക്കും. ഡിലീറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുക എന്തായിരിക്കും, എ ബാർ ബി ബാർ എന്നായിരിക്കും. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഈ ജനറേറ്റ്, പ്രൊപ്പഗേറ്റ്, ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സമ്മിനെയും ക്യാരിയെയും ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാരിയെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാരി എന്ന് പറയുന്ന ഇക്വേഷൻ എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന് നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എ ബി പ്ലസ് ബി സി പ്ലസ് സി ഐയിലെ നമ്മൾ സി ഐ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സി ഐ ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. എ ബി എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ആണ്, അതിനെ ജി എന്ന് എഴുതി. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പഗേറ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞു എ എക്സ് ഓർ ബിയും എ പ്ലസ് ബിയും ചിലപ്പോൾ പ്രൊപ്പഗേറ്റിൻ്റെ 2 ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, എ എക്സ് ഓർ ബി ആൻഡ് എ പ്ലസ് ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ എ പ്ലസ് ബിക്ക് വരെ നമ്മൾ പി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ സി ഐ എന്ന് എഴുതി. അപ്പം ജി പ്ലസ് പി സി ഐ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ സമ്മിനെ നമുക്ക് എങ്ങനെയാണ്, എ എക്സ് ഓർ ബി എക്സ് ഓർ സി ഐ ആണ്, അതിനെ നമുക്ക് പി എക്സ് ഓർ സി ഐ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സമ്മിൻ്റെ ഇക്വേഷൻ എ ബി ബാർ സി ഐ ബാർ പ്ലസ് എ ബാർ ബി സി ഐ ബാർ, ഈ ഇക്വേഷനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്, അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഒരു ഫുൾ ആർഡർ സർക്യൂട്ടിൻ്റെ
ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു മോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഡിസൈൻ കൺസിഡറേഷൻസ് എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ സ്റ്റാറ്റിക് ആർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റാറ്റിക് ആർഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ബൈ യൂസിങ് CMOS എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പം നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റാറ്റിക് ആർഡർ CMOS സർക്യൂട്ടറി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം ഒരു CMOS യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ ആർഡറിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ കാണേണ്ടത്. അതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു ഫുൾ ആർഡർ സർക്യൂട്ടിനെ അതിൻ്റെ ലോജിക് ഇക്വേഷനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോസിലേക്ക് CMOS സർക്യൂട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് എന്താണ്, നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് വിച്ച് മേ ഇൻക്രീസസ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എപ്പോഴും റെഡ്യൂസ് ആക്കണം അല്ലേ. നമ്മളുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലായിരിക്കും നമുക്ക് പവർ കൺസപ്ഷൻ അല്ലെങ്കിൽ സൈസ് ഇതെല്ലാം റെഡ്യൂസ് ആകുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഷെയറിങ് ചെയ്യുക. അതായത് ഒരു ലോജിക്ക് നമ്മൾ സമ്മിനും ക്യാരിക്കും വേണ്ടി നമുക്കറിയാം, നമുക്ക് ഫുൾ ആർഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ആർഡറിൻ്റെ സമ്മ് വേണം, ഫുൾ ആർഡറിൻ്റെ ക്യാരി ഔട്ടും വേണം. അപ്പോൾ ഈ ക്യാരി ഔട്ടും സമ്മും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ആർഡറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കാണിക്കണം അല്ലേ. നമ്മളൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ CMOS യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മും ക്യാരിയുമാണ്. അപ്പോൾ ഈ സമ്മും ക്യാരിയും നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ വേണം. അപ്പോൾ ഈ സമ്മും ക്യാരിയും ഔട്ട്പുട്ട് സൈഡിൽ വേണം. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സെപ്പറേറ്റ് ഇക്വേഷൻ ആണ് A XOR B XOR CI എന്ന് പറയുന്നത് സമ്മും, ക്യാരി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, AB + BC + CA. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, CMOSലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്തായിരിക്കും, ഇൻക്രീസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാരിയും സമ്മും നമുക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. C0 = AB + CI × A + B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. പിന്നെ സമ്മിൻ്റെ ഇക്വേഷൻ ABCI + C0 bar × A + B + CI. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ C0 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്. C0 കണ്ടുപിടിച്ചിട്ട് ഈ C0 എങ്ങോട്ട് കൊടുത്താൽ മതി, ഇതിലേക്ക് കൊടുക്കുവാണെങ്കിൽ, സമ്മിലേക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് സമ്മ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ. ഇത് സമ്മ് ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചു തരുന്നേക്കാം. C0 = AB + CI × A + B. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഇതൊന്ന് നിങ്ങൾ ഇന്ന് വരച്ചിട്ട് വരണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാനൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ, ക്യാരി എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുക. AB ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് A + B, അതായത് ഒരു സ്റ്റാറ്റിക് ഫുൾ ആർഡറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ യൂസിങ് 25 ട്രാൻസിസ്റ്റേഴ്സ് ഇംപ്ലിമെൻറ്റ്, അല്ല 28 ട്രാൻസിസ്റ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ഫുൾ ആർഡർ സർക്യൂട്ട് എന്നാണ് ചോദിക്കുക. ഇവിടെ ഇത് കൗണ്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ 28 ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത് നോർമലായിട്ട് ഒരു 1-2 പ്രാവശ്യം ചോദിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. C0 = AB + CI × A + B എന്ന് പറയുന്ന ഇക്വേഷനാണ് ക്യാരി ഔട്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ക്യാരി ഔട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാരി ഔട്ടിൻ്റെ ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി ഔട്ട് ബാർ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ സം സർക്യൂട്ട്. അപ്പോൾ ഇത് സമ്മിൻ്റെ സർക്യൂട്ടാണ്, ഇത് ക്യാരി ഔട്ടിൻ്റെ സർക്യൂട്ടാണ്. അപ്പോൾ ഈ ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് നമുക്ക് കിട്ടുക. സം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് കിട്ടുക. അപ്പോൾ ഈ ക്യാരി ഔട്ടിൻ്റെ ഇക്വേഷനെ നമ്മൾ സമ്മിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ റെഡ്യൂസ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാരി ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കുവാണെങ്കിൽ AB + CI × A + B എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. AB + CI × A + B. അപ്പം AB + CI × A + B എന്ന് പറയുമ്പോൾ നമുക്കറിയാം AB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. AB എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. CMOS ആകുമ്പോൾ പുൾ ഡൗൺ സെക്ഷനും വേണം, പുൾ അപ്പ് സെക്ഷനും വേണം അല്ലേ. അപ്പം AB എന്ന് പറയുന്നത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം,
എ ബി എന്ന് പറയുന്നത് നമുക്ക് രണ്ടും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. എയും ബിയും രണ്ടും സീരിയസ് ആണെങ്കിൽ അതെന്തായി? എ ബി ആയി. ഇൻ പുൾ ഡൗൺ സെക്ഷൻ എ ബി പ്ലസ് സി ഐ ഇൻറ്റു എ പ്ലസ് ബി. എ ബി ഇത് എ ബിക്ക് പാരലായിട്ട് എന്താണ്? പ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പുൾ ഡൗൺ സെക്ഷനിൽ അത് പാരലായിരിക്കും. സി ഐ ഇൻറ്റു, അപ്പം സി ഐയും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത് എ ബി രണ്ടും സീരിയസ് എ ബി ആയി. എ ബി പ്ലസ് സി ഐ, ഇത് സി ഐ, ഇത് സി ഐ കൊടുക്കുവാണ്. സി ഐ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ എയും ബിയും പാരലായിരിക്കണം. അത് പക്ഷേ ഏതിന് സീരിയസ് ആയിരിക്കണം? സി ഐക്ക് സീരിയസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, സി ഐ ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, ക്യാൻ സി ഐ തിങ്ക്. അപ്പം എ ബി, അപ്പം എ ബി ഇൻറ്റു സി ഐ, എ ബി അല്ല എ പ്ലസ് ബി ഇൻറ്റു സി ഐ ആണ് ഇത് പ്ലസ് എ ബി. അപ്പോൾ പുൾ ഡൗൺ സെക്ഷനിൽ എല്ലാം കംപ്ലീറ്റ് ആയി. ഇതിന്റെ പുൾ അപ്പ് സെക്ഷൻ എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എ ബി ഇവിടെ സീരിയസ് ആണെങ്കിൽ മുകളിൽ എന്തായിരിക്കും? പാരലായിരിക്കും. ഓക്കെ, അതായത് എ ബി ഇവിടെ സീരിയസ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ സീരിയസ് ആയിട്ടുള്ളത് അവിടെ പാരല. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഞാൻ നിർത്തിക്കോളാം. നിങ്ങൾ ഇപ്പം നോക്കുക, ഇത് ഫുൾ സീരിയസ് ആയിട്ടുള്ളത് നമ്മൾ പാരലാക്കുന്നു. എ ബി അവിടെ സീരിയസ് ആയിട്ടുള്ളതിനെ നമ്മൾ പാരലാക്കുന്നു. ഇവിടെ എയും ബിയും പാരലാക്കി. ഓക്കെ, ഇത് 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 എന്താണ്? പിമോസ് ആണ്. അപ്പം ബബിൾ ഇടുക, പിമോസ് ആണ്. അപ്പോൾ ഇത് പാരലാക്കി. ഇനിയിപ്പം നോക്കുക, എയും ബിയും ഇത് സീരിയസ് ആണ്, ഇത് പാരലാണ്. വേറെ ഈ സൈഡിലുള്ളത് അതിന് സീരിയസ് ആയിട്ടാണ് സി ഐ ഉള്ളത്. എ ബി പാരലാണ്, അതിന് സീരിയസ് ആയിട്ടാണ് സി ഐ ഉള്ളത്. ഇപ്പോൾ ഇത് നേരെ അങ്ങോട്ട് വരുമ്പോൾ എന്താവും? എയും ബിയും എന്താവും? സീരിയസ് ആവും, അതിന് പാരലായിട്ടായിരിക്കും സി ഐ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത് അതേപടി വരച്ചു, ഇത് രണ്ടും പാരലൽ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സി ഐയും ഇതും സീരിയസ് ആയിരുന്നു. സി ഐയും എ ബിയും എവിടെ? പുൾ ഡൗൺ സെക്ഷനിൽ സീരിയസ് ആണെങ്കിൽ പുൾ അപ്പ് സെക്ഷൻ ആകുമ്പോൾ അത് രണ്ടും പാരലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സി ഐ കൊടുത്തു. ഈ സി ഐക്ക് സീരിയസ് ആയിട്ട് പാരലായിട്ട് ഈ സീരിയസ് കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് നോക്കുക, എ ബി. അപ്പോൾ ഇത് ഇവിടെ ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യേണ്ടത് ബി ഡി ഡിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പം നമ്മൾ നോക്കുക, ഇത് പുൾ ഡൗൺ സെക്ഷൻ, ഇത് പുൾ അപ്പ് സെക്ഷൻ. ഒരു സീമോസ് ആണെങ്കിൽ എപ്പോഴും എന്താണ്? പുൾ ഡൗൺ ഉണ്ടാവണം, പുൾ അപ്പ് ഇടണം. അപ്പോൾ എ ബി എന്ന് പറയുന്നത് പുൾ ഡൗൺ സെക്ഷനിൽ എന്തായിരിക്കും? സീരിയസ് ആയിരിക്കും. എ ബി എന്ന് പറയുമ്പോൾ പുൾ ഡൗൺ സെക്ഷനിൽ പി എൻ മോസ് ട്രാൻസിസ്റ്റർ ആണ്, അതുകൊണ്ട് സീരിയസ്. അത് പുൾ അപ്പ് സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താവും? രണ്ടും പാരലായി. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സി ഐ ഇൻറ്റു എ ബി. അപ്പം സി ഐ ഇൻറ്റു എന്ന് പറയുമ്പോൾ സി ഐയും ഇൻറ്റു ആയിട്ടുള്ള സാധനവും സീരിയസ് ആയിരിക്കും. എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയും ബിയും പാരലൽ. അപ്പം ഈ സി ഐ ഇൻറ്റു എ പ്ലസ് ബി ഇവിടെ സി ഐക്ക് സീരിയസ് ആയിട്ടാണ് എങ്കിൽ ഇത് സി ഐക്ക് പാരലായിട്ട് എയും ബിയും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ സി നോട്ട് ബാർ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാം സിമോസിൻ്റെ ഔട്ട്പുട്ട് എല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടിനെ എന്താക്കണം? നമ്മൾ സി നോട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്. സി നോട്ട് ബാർ അല്ല നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്, സി നോട്ടാണ്. അപ്പോൾ ഈ സി നോട്ട് ബാറിനെ സി നോട്ട് ആക്കാൻ നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? ഒരു സിമോസിലേക്ക് കൊടുക്കുക അല്ലേ? ഒരു നിങ്ങൾ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? ഒരു സിമോസ് ഇൻവേർട്ടറിലേക്ക് കൊടുക്കുക. നിങ്ങൾ സിമോസ് ഇൻവേർട്ടറൊക്കെ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. ഒരു സിമോസ് ഇൻവേർട്ടറിലേക്ക് കൊടുത്തു. ഇത് ഓക്കെ, അപ്പം ഇത് സി നോട്ട്. അപ്പോൾ ഇത് സി നോട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ സി നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ സി നോട്ടാണ് സമ്മിൻ്റെ ഇക്വേഷൻ. സി നോട്ട് ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി ഐ ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. ഇപ്പം നമുക്ക് എന്താണ് സമ്മിൻ്റെ ഇക്വേഷൻ? എന്താണ് സമ്മിൻ്റെ ഇക്വേഷൻ? എ ബി സി ഐ പ്ലസ് സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ. ഇങ്ങനെയാണ്, എ പ്ലസ് ബി പ്ലസ് സി ഐ. അപ്പം ഈ സി നോട്ട് ബാറെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? നമ്മളുടെ സമ്മിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സി നോട്ട് ബാർ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? സി നോട്ട് ബാർ വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് സം.
ഓക്കെ, സമ്മിൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? എയും ബിയും സി ഐയും പിന്നെ സി നോട്ട് ബാറുമാണ് നമ്മുടെ ഇൻപുട്ട് ഓഫ് സം. അപ്പം ഈ സി നോട്ട് ബാർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് കൊടുക്കാം? നമുക്ക് നമ്മളുടെ സമ്മിലേക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ സി നോട്ട് ബാർ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ സം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നത് ഞാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ, ഈ സമ്മ് വരുന്നു. ജസ്റ്റ് ഞാൻ സി നോട്ട് ബാർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഏതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നത്? ക്യാരി ഔട്ട് ആയിട്ട് വരുന്നത് സി നോട്ട് ബാർ ആണ്. അപ്പോൾ ഈ സി നോട്ട് ബാർ എടുത്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്നു? സി നോട്ട് ബാറിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ബി സി ഐ പ്ലസ് സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ. അപ്പം സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ ആണ്. അപ്പോൾ ഈ സി നോട്ട് ബാർ നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റക്കായി പോയി, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഈ സി നോട്ട് ബാർ നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഒരു ട്രാൻസിസ്റ്ററിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, സി നോട്ട് ബാർ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ, ഓക്കെ നമുക്ക് നോക്കിയാൽ സി നോട്ട് ബാർ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു എ ട്രാൻസിസ്റ്റർ. സി നോട്ട് ബാർ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു എ ട്രാൻസിസ്റ്റർ. സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ. ഇത് സി നോട്ട് ബാറിൻ്റെ ഇൻപുട്ട് കൊടുത്തു ഒരു ട്രാൻസിസ്റ്ററിൽ. അതിന് എന്താണ്? അതിന് സീരിയസ് ആയിട്ട് ഏതാണ്? എ പ്ലസ് ബി പ്ലസ് സി ഐ. അപ്പം നിങ്ങൾ ഇവിടെ ഒരു സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുക. പക്ഷേ എയും സീരിയസ് ആയിട്ട് ഇത് ഫുള്ള് സെക്ഷൻ സീരിയസ് ആണ്. പക്ഷേ അതിന് ഈ സീരിയസ് കണക്ഷൻ എങ്ങനെയാണ്? മൂന്നും പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുൾ ഡൗൺ സെക്ഷനിൽ രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ഇതൊരു ചെരിഞ്ഞു പോയല്ലേ, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പം ഇത് എ, ഇത് ബി, ഇത് സി ഐ. ഓക്കെ, ഇത് പുൾ ഡൗൺ സെക്ഷനിലാണ് വരുന്നത് കേട്ടോ. ഇനി പുൾ ഡൗൺ സെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം എ ബി സി ഐ ആണ്. എ ബി സി ഐ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതായത് പ്രോഡക്റ്റ് ടൈം ആണ്. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിനെ മൂന്നും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. എ ബി സി ഐ, ഇതൊന്ന് ഇതൊന്ന് ഇതൊന്ന്. അപ്പം നമുക്ക് ഏതൊക്കെയാണ്? സി ഐ ബി എ. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല, എ ബി സി ഐ. അപ്പോൾ ഇത് നമ്മളുടെ ഏതൊക്കെയായിരുന്നു ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ ബി സി ഐ ദിസ് വൺ, അതിന് പ്ലസ് ആണ്, എ ബി സി ഐ പ്ലസ്. അപ്പം ഇതിന് പാരലായിട്ടാണ് ഈ സെക്ഷൻസ് വരിക. അപ്പം സി നോട്ട് ബാർ, അപ്പോൾ ഈ സി നോട്ട് ബാർ ഒരെണ്ണം വരുന്നുണ്ട്, ഒരു ട്രാൻസിസ്റ്ററിലേക്ക് കൊടുത്തു, ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ. അപ്പം ഇതിന് സീരിയസ് ആയിട്ട് ഈ എ പ്ലസ് ബി പ്ലസ് സി ഐ ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഐ എന്ന് പറയുമ്പോൾ തന്നെ ഇത് മൂന്നും പാരലാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കണക്ഷൻ പുൾ ഡൗൺ സെക്ഷനിൽ. ഇനിയിപ്പോൾ പുൾ അപ്പ് സെക്ഷനിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സി നോട്ട് ബാറിന് സീരിയസ് ആയിട്ടാണ് എന്തുള്ളത്? സി നോട്ട് ബാറിന് സീരിയസ് ആയിട്ടാണ് എ പ്ലസ് ബി പ്ലസ് സി ഐ ഇവിടെ ഉള്ളത് എങ്കിൽ പുൾ അപ്പ് സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താകും? സി നോട്ട് ബാറിന് ഈ സി നോട്ട് ബാറിന് പാരലായിട്ടായിരിക്കും എന്ത് വരിക? ഈ എ പ്ലസ് ബി പ്ലസ് സി ഐ വരിക. അതെങ്ങനെയായിരിക്കും? ഈ എ പ്ലസ് ബി പ്ലസ് സി ഐ എങ്ങനെയായിരിക്കും? സീരിയസ് ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, യു ക്യാൻ ഏബിൾ ടു സീ, ഐ തിങ്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് രണ്ടിനും കൂടെ കണക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ സി നോട്ട് ബാർ എന്ന് അവിടെ കൊടുത്താലും മതി കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് പി മോസിലേക്ക് കൊടുത്തു. ഇതും എന്തായിരുന്നു? ഇവിടെ സീരിയസ് ആണ്. അപ്പോൾ ഇവിടെ എന്താവും? പുൾ അപ്പ് സെക്ഷനിൽ വരുമ്പോൾ എന്താവും? രണ്ടും പാരലാവും. 1 2 3 ഏതൊക്കെയാണ്? ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇപ്പം എ ബി സി ഐ. ഓക്കെ, ഇത് രണ്ടും സെക്ഷൻ കഴിഞ്ഞു. ഇത് രണ്ടും സീരിയസ് ആയിരുന്നു എങ്കിൽ ഇതും സീരിയസ് ആണ് പുൾ ഡൗൺ സെക്ഷനിലെങ്കിൽ. ഇതും പാരലാണ് പുൾ അപ്പ് സെക്ഷനിൽ. അപ്പം പാരലാണ്, പക്ഷേ എങ്ങനെയാണ്? ഇവിടെ പാരലായിരുന്നത് ഇവിടെ സീരിയസ് ആയി. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് എന്താണ്? എ ബി സി ഐ ആണ്. എ ബി സി ഐ ഇവിടെ സീരിയസ് ആണ്, പക്ഷേ അവിടെ എത്തുമ്പോൾ എന്താവും? മൂന്നും പാരലാവും. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണിത്. 1 2 3. ഇപ്പോൾ 3 ട്രാൻസിസ്റ്റേഴ്സ് എ ബി സി ഐ. ഇത് മൂന്നും എങ്ങോട്ട് കണക്ട് ചെയ്തു? നമ്മളുടെ വി ഡി ഡിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് പുൾ അപ്പ്, ഇത് പുൾ ഡൗൺ സെക്ഷൻ. ഓക്കെ,
പുൾ ഡൗൺ സെക്ഷൻ. അപ്പം പുൾ അപ്പ് സെക്ഷൻ സിമോസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പുൾ ഔട്ട് സെക്ഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പുൾ അപ്പ് സെക്ഷൻ. അതായത് കോംപ്ലിമെന്ററി ആണ്. എൻമോസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പിമോസ് ആണ്. അതുകൊണ്ടാണ് ആ കോംപ്ലിമെന്ററി ഓപ്പറേഷൻ വന്നത്. അപ്പോൾ ഇവിടെയും വരുന്നത് നമുക്ക് എന്താണ് സമ്മിന്റെ ബാർ ആയിരിക്കും. സം ബാർ ആണ് നമുക്ക് വരുന്നത്. എപ്പോഴും ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സിമോസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്നത് സം ബാർ ആണ്. അപ്പോൾ ആ സം ബാറിനെ നമ്മൾ എങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം? ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുക്കണം. ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് you can I think see okay VDD അപ്പം നമുക്ക് എന്ത് കിട്ടും? സമ്മ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു സീ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 28 ട്രാൻസിസ്റ്റേഴ്സ്. അപ്പം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് സം ഫുൾ ആർഡർ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 4 25 26 27 28. ഓക്കെ, നിങ്ങൾ നോക്കുവാണെങ്കിൽ 28 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 28 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ ആർഡറിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആർഡർ സർക്യൂട്ട് ഇംപ്ലിമെന്റ് യൂസിങ് മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എന്നുള്ളത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ സ്റ്റാറ്റിക് ആർഡർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കൺഫ്യൂസ് ആയത് ഒരു ഫുൾ ആർഡറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് ഫുൾ ആർഡർ ഇംപ്ലിമെന്റ് ചെയ്യുക ഒരു മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പം നിങ്ങൾ സിമോസ് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? എ ബി സി ഐ പ്ലസ് സി നോട്ട് ബാർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഐ. അതുപോലെ ക്യാരി ഔട്ടിന്റെ ഇക്വേഷൻ എ ബി പ്ലസ് സി ഐ ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മെൽഡി ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് എന്തായിട്ട്